നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം സാർ. അങ്ങനെ അമ്പലപ്പുഴയിലെ വിജയമൊക്കെ കരസ്ഥമാക്കി ജി സുധാകരന്റെ വീട്ടിലടക്കം ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ അനിയൻ ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ അദ്ദേഹം കുടുംബസമേതം എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 1977 തോന്നുന്നു അല്ലേ സാർ? കറക്റ്റ് അല്ലേ? 1977 ഡിസംബർ 7 അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പുഷ്പാർച്ചന അദ്ദേഹം എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യവും വർഷത്തിൽ അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തുന്നതായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ നടത്താറുണ്ട്, പക്ഷേ വാർത്തയിൽ വരുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു വിജയം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നീടുമ്പോൾ അദ്ദേഹത്തിന്റെ അനിയന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില ആളുകളോടുള്ള ഒരു മറുപടിയാണോ ഇപ്പോഴത്തെ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു നീക്കം? തീർച്ചയായിട്ടുമാണ്. ജനാധിപത്യത്തിൻ്റെ സകല സൗന്ദര്യങ്ങളും ആവാഹിക്കുന്ന തരത്തിലുള്ള ഒരു വൻ വിജയമാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നേടിയത്. പാർട്ടിക്ക് ഇല്ലാതിരുന്ന ഒരു ജനാധിപത്യം അമ്പലപ്പുഴയിലെ തൻ്റെ വിജയത്തിലൂടെ അദ്ദേഹം സുനിശ്ചിതമായിട്ട് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുടെ ഈ ഫാഷിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള തൻ്റെ ആദ്യത്തെ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ തന്നെ അവഗണിച്ചിരുന്ന പാർട്ടിക്കാർ ചെയ്തതെന്താ? പാർട്ടിക്കാർ ഭുവനേശ്വരനെ അവഗണിച്ച പാർട്ടിക്കാർ, അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒട്ടേറെ ഉണ്ട്. ആ പാർട്ടിക്കാർ കരിമുളയ്ക്കലിലുള്ള ഭുവനേശ്വരൻ്റെ കല്ലറയിൽ പോയി സ്വന്തം സഹോദരനായ ജി സുധാകരനെതിരെ അമർഷം തുളുമ്പുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് അവിടം പങ്കിലമാക്കി. അതാണ് അവർ ചെയ്ത പാപകൃത്യം. കാരണം സ്വന്തം സഹോദരൻ, രക്തബന്ധം ഉള്ള ആൾക്കെതിരെ അവിടം ഉപയോഗിച്ചു ചീത്ത വിളിക്കാൻ വേണ്ടി. അതിനെതിരെ കൂടിയുള്ള ഒരു വിജയമാണ് അവിടെ സാധിച്ചത്. ഈ ജി ഭുവനേശ്വരൻ എന്ന് പറയുന്ന സുധാകരൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായ ജി ഭുവനേശ്വരൻ്റെ വധം നടക്കുന്നത് 1977 ഡിസംബർ 7 ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ മരണത്തിന് അല്ലെങ്കിൽ ആ രക്തസാക്ഷിത്വത്തിന് അന്ന് സാക്ഷ്യം വഹിക്കാൻ ഇടയായ ഒരാളാണ് ഞാനന്ന് പന്തളം NSS കോളേജിൽ 1ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ പൊട്ടിപ്പുറപ്പാടുണ്ട്. KSUവിനാണ് മൃഗീയമായ ഭൂരിപക്ഷം അന്നത്തെ കാലത്തൊക്കെ. SFI എന്ന് പറയുന്ന ഏതാനും ചങ്കുറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രമുള്ള പ്രസ്ഥാനം. ആ കാലഘട്ടത്തിൽ ഞാനും SFIയോട് ഓരം ചേർന്ന് നടക്കുന്ന ഒരുവനായിരുന്നു. കാരണം വിപ്ലവ കാൽപ്പനികമായിട്ടുള്ള നാളെ വരും സമത്വം, എല്ലാ സ്വത്തും ലോകത്തിൻ്റെ കുത്തകകളുടെയും മുതലാളിമാരുടെയും എല്ലാ സ്വത്തും സമത്വത്തിൽ അധിഷ്ഠിതമായി എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുമെന്നൊക്കെ ഒരു സ്വപ്നത്തിൽ, കാൽപ്പനിക സ്വപ്നങ്ങളിൽ മുഴുകിയിരുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് രാവിലെ കോളേജിലേക്ക് നടന്നാണ് ഞങ്ങളൊക്കെ അന്ന് പോകാറുള്ളത്. നടന്ന് കോളേജിനടുത്ത് തന്നെയാണ് വീട്. നടന്നു വരുന്ന പടികൾ, ഐശ്വര്യപൂർണ്ണമായ പടികളെന്ന് പറഞ്ഞാൽ ഏറ്റവും വാസ്തുശില്പകലയുടെ ഏറ്റവും വലിയ മഹത്തായ നിദർശനമാണ് ഈ പന്തളം കോളേജ് എന്ന് പറയുന്നത്. റോഡിൽ കൂടി നമ്മൾ SH റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഏറ്റവും ശില്പചാരുതയാർന്ന ആണ് അതിൻ്റെ ആ വാസ്തു അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മുകളിലേക്ക് കയറുന്ന ഗോവണിപ്പടികൾ 2ആയിട്ട് പിരിഞ്ഞു പോകുന്നു. അതിൻ്റെ ചുവട്ടിൽ ഒരു ഇടനാഴിയുണ്ട്, ഒരു കോറിഡോർ പോലൊരു സ്ഥലം. രഹസ്യമായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവരുടെ പ്രണയം പങ്കുവയ്ക്കാനും അവരുടെ നിശ്വാസങ്ങൾ അതുപോലെ തന്നെ അവരുടെ നെടുവീർപ്പുകൾ എല്ലാം പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അത് തന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അവിടെ ഒരു പോലീസുകാരനുണ്ട്. ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന് മുമ്പിൽ ഒരു ശകലം കൂടി ചേർക്കാറുണ്ട്. ആ വാക്ക് ഞാൻ പറയുന്നില്ല. PP എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ആ P എന്ന് ഊഹിച്ചാൽ മതി പ്രേക്ഷകരും അതുപോലെ തന്നെ കൃഷ്ണേത്തുവും. അങ്ങനെ ഒരു പോലീസുകാരനുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അന്ന് സംസാരിക്കുക ഇന്നത്തെ കാലഘട്ടമല്ല, ഇക്കോസിസ്റ്റം അല്ല. അവർ സംസാരിക്കുന്ന കണ്ട അവരെ ചെന്ന് വഴക്ക് പറയുകയും പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അത് ആർജാനുബാഹുവായിട്ടുള്ള അദ്ദേഹമാണ് ഡഫേദാരായിട്ട് പ്രിൻസിപ്പലിൻ്റെ മുമ്പിലിരിക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് ഞാൻ ആദ്യം ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഖദർ വസ്ത്രങ്ങളിട്ട് വരും KSUക്കാരെന്ന്. നല്ല സുതാര്യമായ ഖദർ വസ്ത്രങ്ങൾ, ഉടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻറ്റ്, കട്ടി കുറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള സുതാര്യമായിട്ടുള്ള ഈ ഖദർ വസ്ത്രങ്ങളിൽ ചോരയൊലിപ്പിച്ചു കൊണ്ടിരുന്ന ആ 2-3 വിദ്യാർത്ഥികൾ ഇങ്ങനെ വരികയാണ്. ഏതോ ഒരു SFIക്കാരൻ കത്തി കൊണ്ട് കുത്തിയതാണ്. അന്ന് ഇത് പടിവാള്, സൈക്കിൾ ചങ്ങല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് കോളേജിൽ വരുന്നത് സാധാരണമാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് അടിയറുണ്ടാവാറുണ്ട്. കുറേ നാളത്തേക്ക് കോളേജ് പൂട്ടിയിടും. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് കോളേജ്, ഇപ്പോഴത്തെ MG കോളേജ് പോലെ തന്നെയാണത് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു SFIക്കാരൻ KSUവിൻ്റെ നേതാക്കളെ, അതും ചെയർപേഴ്സൺ, യൂണിയൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ അവരെങ്കിലും പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, അവരെയൊക്കെ കുത്തി ചോര കണ്ടുകൊണ്ടാണ് ഞാൻ കോളേജിൻ്റെ കവാടം അങ്ങോട്ട് കഴിച്ചെല്ലുന്നത്, വലതുകാലം വെച്ച് ചെല്ലുന്നത്. അത് സ്തംഭിച്ചു പോയപ്പോഴത്തേക്ക് ഇതിൽ ഒരാൾ പറയുന്നു, മുഴുവൻ SFIക്കാരെ കൊന്നേക്കടാ, തട്ടിയേക്കടാ. അന്നത്തെ എന്താ പറയുന്നത്, അവരുടെ ഈ ചോരയുടെ ആ സാന്നിധ്യവും അതുപോലെ തന്നെ രക്തത്തിളപ്പും ഒക്കെ കാരണം പറഞ്ഞാണ്. നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള യുവത്വത്തിലേക്ക് അടങ്ങിട്ടില്ലാത്ത കൗമാരമാണല്ലോ. പറഞ്ഞു നിമിഷങ്ങൾക്കകം കോളേജ് ഒരു പോരാട്ട വീര്യമുള്ളവരുടെ ഒരു ക്യാമ്പസായിട്ട് അങ്ങ് മാറുക ചെയ്തത്. പോർക്കളമായിട്ട് അങ്ങ് മാറി നിമിഷങ്ങൾക്കകം. അപ്പോൾ കഴിയുന്നത് SFIക്കാർ തന്ത്രപൂർവ്വം മിടുക്കന്മാരെല്ലാം അവിടുന്ന് ഒളിച്ചു കഴിഞ്ഞു. ഏതാനും SFIക്കാർ അവശേഷിച്ചു. അതിലൊരു ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്, കാരണം കലാപം പേടിച്ചിട്ട്. ഈ എന്താ സംഭവിക്കുക, നമുക്കും കത്തിക്കുത്തു കൊള്ളാം, അടി കിട്ടാം. അന്നേരം ഈ ദേഷ്യത്തിനിടെ ആളുകൾ ആരാ SFI ഒന്നും നോക്കുന്നില്ല, അവിടെ നിൽക്കുന്നവർക്കെല്ലാം അടിയാൻ കൊടുക്കുക ആ ദേഷ്യത്തിൽ. ഭ്രാന്താണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന പടിക്കെട്ടിൻ്റെ അടുത്ത് നിന്നപ്പോൾ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ മുറി 2ാം നിലയിലാണ്. അതിൽ കൂടി സുതാര്യമായിട്ട് നമുക്ക് കാണാം അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന്. ഗ്ലാസ് കൊണ്ടുള്ള പുറം, അവിടെ തടിയോ സിമെൻറ്റോ ഒന്നുമല്ല, ഗ്ലാസ് കൊണ്ട് നമുക്ക് അകത്ത് നടക്കുന്നത് ഗംഭീരമായിട്ട് കാണാം. പ്രിൻസിപ്പലൊക്കെ ഒളിച്ചു കഴിഞ്ഞു. ഈ ഡഫേദാരെന്ന് പറയുന്ന നല്ല ആജാനുബാഹുവായ ആളും പേടിച്ചോടിക്കളഞ്ഞു. കാരണം അത്രമാത്രം വലിയ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കത്തിക്കുത്തും കൊലപാതകവും തേർവാഴ്ചയാണ് നടത്തുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൊരാൾ, അത് ഭുവനേശ്വരനല്ല, നല്ല തണ്ടും തടിയും ഒക്കെ ഒരു ആറാടി പൊക്കവും ഒക്കെ ഉള്ള ഒരാൾ നിൽക്കുക. അദ്ദേഹത്തിനെ എല്ലാം KSUക്കാരും കൂടെ വന്നിങ്ങനെ ആക്രമിക്കുകയാണ്. അതായത് പ്രിൻസിപ്പലിൻ്റെ കസേര ഉണ്ട്, ഒരു വലിയ കസേര കൊണ്ട് ഒരു പരിചയമായി വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നേരിടുക. പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ. അദ്ദേഹത്തിനെ ആകുമ്പോൾ ഈ കസേര കൊണ്ട് മറച്ചത് കൊണ്ട് വലുതായിട്ടൊന്നും അടിക്കാനും കൊല്ലാനും ഒന്നും കഴിഞ്ഞില്ല അവർക്ക്. അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി. എന്നാൽ സാമാന്യം ആരോഗ്യമുള്ള ആളാണ്. എന്നാൽ ഈ ഭുവനേശ്വരൻ എന്ന് പറയുന്ന ആളാകട്ടെ വെറും എന്നെപ്പോലെ തന്നെ അശുവായിട്ടുള്ള ഒരാളാണ്. വലിയ വണ്ണമൊന്നുമില്ല, വെറും പാവമാണ്. അവൻ ഒരാളെയും കുത്തുന്ന ആളുമല്ല, വെറും പാവം സാധുവായിട്ടൊരു പയ്യനാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് SFIക്കാരനായി. മാസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന അതിനപ്പുറത്തുള്ള ഒരു മുറിയിലേക്കാണ് അയാൾ ഓടിച്ചത് ഇവരെ ആക്രമിക്കാൻ ചെന്നപ്പോൾ. അവിടെ ചെന്നപ്പോൾ ഇവനാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, ഇവനെ നമുക്ക് തട്ടാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി അടിച്ചടിച്ച് അവശനാക്കി. അത്രയൊന്നും താങ്ങാനുള്ള ആരോഗ്യമില്ല ഇയാൾക്ക്. മറ്റേവൻ രക്ഷപ്പെട്ടു. SFIക്കാർ പ്രിൻസിപ്പലിൻ്റെ മുറിയിലിട്ട് ആക്രമിച്ച ആൾ രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജെല്ലാം നിശബ്ദമായി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച, ഏതാനും വിദ്യാർത്ഥികളെല്ലാം കൂടെ, അപ്പോൾ അവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടെ ആണെന്ന് തോന്നുന്നു, കോളേജിൻ്റെ നടുമുറ്റത്തേക്ക് ഒരാളെ സ്ട്രെച്ചറിൽ എന്ന പോലെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നു. അതായിരുന്നു ഭുവനേശ്വരൻ. ആ ഭുവനേശ്വരൻ അങ്ങനെ കിടക്കുമ്പോൾ ഒരു അധ്യാപകനുമാണ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഒരു അധ്യാപകൻ. അപ്പോൾ കുട്ടികളെല്ലാം കൂടെ കൂടാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ധൈര്യം വന്നിട്ട്, മതിയായില്ലേ, ഇത്രയും പൊയ്ക്കോളിന്, കണ്ടത് മതിയായില്ലേ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട്. കാരണം ഈ അധ്യാപകനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. അയാളുടെ ജീവനും അപകടത്തിലാവാം. കാരണം ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും പറ്റുമോ? അവരുടെ ശക്തി എന്ന് പറയുന്ന യുവചേതനയുടെ ശക്തിയുമാണ്. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന് ഇതിലുണ്ടായ വിഷമം കൂടെ. അതേസമയം വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, അഷ്റഫ് എന്ന് പറയുന്ന ഒരു KSUക്കാരനുണ്ട്. അയാൾ എൻ്റെ അതേ ബാച്ചിൽ പഠിക്കുന്ന ആളാണ്. കെമിസ്ട്രി, ഞാൻ സുവോളജി, അങ്ങനെയാണ്. അയാൾ വന്നിട്ട് KSUക്കാരൻ, നല്ല പൊക്കമൊക്കെ ഉള്ള ആൾ, അവന്തളത്ത് തന്നെയുള്ള നല്ല ഒരു സുഹൃത്താണ്. അദ്ദേഹം വന്നിട്ട് നമുക്കിവനെ എത്രയും വേഗം ആശുപത്രിയിലാക്കണം. KSUക്കാരൻ തന്നെ പറയും SFIക്കാരനെ കൊണ്ടുവരണം. ആ സ്നേഹം നോക്കിയോടെ, ആ രക്തത്തിളപ്പിൻ്റെ ആ ഒരു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിദ്യാർത്ഥികളായി. അപ്പോഴാണ് ഈ ബോധം അവരുടെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോധം നഷ്ടപ്പെടുന്ന പോലെയാണ്. ചോര കണ്ട് ചോരത്തളപ്പിൽ KSUക്കാർക്ക് പറ്റിപ്പോയ അബദ്ധമെന്നേ ഞാൻ പറയൂ. മനഃപൂർവ്വം ഒന്നും അല്ലെന്ന് ഇപ്പം ഞാൻ പറയാൻ തയ്യാറല്ല. എൻ്റെ വിദ്യാർത്ഥികൾ എനിക്കറിയാം. കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളോട് ഒരുമിച്ച് നിൽക്കും. പാർട്ടിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണത്. ആ കയ്യബദ്ധമാണ് മരണമായിട്ട് കലാശിച്ചത്. ഇത് നടുമുറ്റം എന്ന് പറയുന്നത് എവിടെ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടന്ന അതേ സ്ഥലം തന്നെയാണിത്. ആ സ്ഥലത്താണ് ഈ ശവശരീരം വന്ന് കിടന്നത്. അവിടെ പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അംബിക, അതുപോലെ സീമ,
അതുപോലെ തന്നെ ലാലു അലക്സ്, ഇവരെല്ലാം ഞാൻ കണ്ട ആ ഷൂട്ടിന് അവിടെ കാണാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അഭിനയിച്ച മനോഹര, രവികുമാർ, ഇവരൊക്കെ അഭിനയിച്ച ഒരു ചിത്രം. ആ ചിത്രമാണോ ഏത് ചിത്രമായാലും ആ ഷൂട്ട് നടന്ന മനോഹരമായ സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ കൊലപാതകം നടന്ന് ചോര ഉതിർന്നു വീണത്. അപ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടുപോയി രക്ഷയില്ല, മരിച്ചു കഴിഞ്ഞ അവസ്ഥയിലായിരിക്കും ആശുപത്രി പോകുക. കാരണം നിശ്ചേതനമായ ശരീരമാണ് ഞാൻ കാണുന്നത് ഭുവനേശ്വരത്ത്. നിശ്ചേതം. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി വലിയ ശബ്ദത്തിൻ്റെ ആരവത്തോടു കൂടി ഘോഷയാത്ര പോയത്, ശവഘോഷയാത്ര ജി ഭുവനേശ്വരൻ്റെ ഓർക്കുന്നുണ്ട്. AK ആചാരി എന്ന് പറയുന്ന തൊഴിലാളി നേതാവ്, CPMൻ്റെ തൊഴിലാളി നേതാവായിട്ടുള്ള ആളാണ് അതിനെ അകപ്പടി സേവിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. അവിടുത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കും ഞാനിന്ന് ഓർമ്മിക്കുന്നു. സഖാവേ, എത്രയോ പേര് പോയിട്ടുള്ള വഴികളിലൂടെയാണ് അങ്ങും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ മരണത്തിലേക്ക് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ യാത്ര അങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ നാടായ കായംകുളത്തിനടുത്തുള്ള കരിമുളക്കലിലേക്ക് പോയി. കരിമുളക്കലിൽ അവിടെ വലിയ യോഗമൊക്കെ നടന്നു. കരിമുളക്കൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു കല്ലറ ഉണ്ടാക്കുക. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കൺസേൺ അങ്ങ് തീർന്നു. അവർ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കൊലപാതകത്തിൻ്റെ കേസ് നടത്തിയത് മുഴുവൻ ജി സുധാകരനാണ്, വലിയ പണക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആഞ്ഞിലി അത് വെട്ടി വിറ്റാണ് ഈ കേസ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ കേസ് വിജയിപ്പിക്കാൻ പറ്റില്ല. കേസ് തോറ്റുപോയി. എങ്ങനെ തോറ്റെന്നറിയാമോ കൃഷ്ണേന്ദുവിന്? തോറ്റതിന് കാരണം എനിക്കറിയാം. ഈ മരണം അവിടെ നടക്കുമ്പോൾ, ഈ അടിപൊളി നടക്കുമ്പോൾ ചങ്കൂറ്റത്തോടു കൂടി ഒരു ഇടതുപക്ഷക്കാരൻ, ഒരു ASFകാരൻ അവിടെ നിൽപ്പുന്നുണ്ടായിരുന്നു. ആരെയും കുസത്ത് നല്ല തൻ്റെ ഇരട്ടച്ചങ്കനാണ്. അപ്പോൾ പലരും പറയും ഇവനെ തട്ടത്തിൽ ഇവനെന്തിനാണ് അവിടെ നിൽക്കുന്നത്? കർമ്മചന്ദ്രൻ, ആ പേരിപ്പോഴും ഓർക്കുന്നത്, കർമ്മചന്ദ്രൻ എന്നാ പേര്. ഇറവങ്കര ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന CPIയുടെ ഉയർന്ന നേതാവിൻ്റെ മകനാണ്. അതിനേക്കാൾ ഉയർന്ന ഒരു നേതാവുണ്ട്, നല്ല പ്രാസംഗികനും വാഗ്മി, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എപ്പോഴും എലക്യൂഷന് മലയാളത്തിൽ 1ാം സമ്മാനം നേടുകയും ചെയ്യുന്ന അജയൻ. അജയനൊക്കെ സ്ഥലം വിട്ടു ഉപയോഗിച്ചിട്ട് അശുവായിട്ടുള്ളൊരു വ്യക്തിയാണ് അജയൻ. പക്ഷേ പ്രസംഗത്തിൽ നമ്പർ 1. അങ്ങനെ ASFൻ്റെ ആളാണ് അദ്ദേഹം, അറിയപ്പെടുന്ന ആളാണ്. എപ്പോഴും പ്രസംഗം, എല്ലാ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും നമ്പർ 1 എലക്യൂഷൻ അദ്ദേഹമാണ്. മരിച്ചുപോയി, ഇപ്പോഴില്ല. അദ്ദേഹം അവിടെ സ്ഥലം വിട്ട്, അദ്ദേഹത്തിൻ്റെ അനിയനാണ് കർമ്മചന്ദ്രൻ. എന്നിട്ട് ഞാൻ അജയൻ്റെ പേര് പറയാൻ കാര്യമെന്നറിയാമോ? UDF ആണെന്ന് കേരളം ഭരിക്കുന്നത്. അവർ ഈ കേസിൽ നിന്ന് KSUക്കാരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയാമോ? ഈ അജയനാണ് കൊലപാതകത്തിലെ 1ാം പ്രതി എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത്. അങ്ങനെയാണ് ഈ കേസുകൾ ദുർബലമാക്കുകയും ഈ കേസുകൾ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോ ഗവൺമെൻറ്റും അവരുടെ രാഷ്ട്രീയ താല്പര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അജയനെ അന്വേഷിച്ചു, പിടിച്ചു, ചോദിച്ചു, അന്വേഷിച്ചു. എന്തെങ്കിലും തെളിവ് കിട്ടുമോ? അദ്ദേഹം ആ സ്ഥലത്തേ ഇല്ല. അങ്ങനെ ആ കേസിൽ അജയനെ പ്രതിയാക്കിയത് കൊണ്ടാണ് ആ കേസ് തോറ്റത്. അത് സുധാകരൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കേസ് തോറ്റു. അതിന് അപ്പീൽ പോകാമായിരുന്നു. അപ്പീൽ പോകാൻ സുധാകരൻ്റെ പൈസ ഇല്ല, പാർട്ടി സഹായിച്ചുമില്ല, പാർട്ടി 5 പൈസ കൊടുത്തുമില്ല. എന്നിട്ടാണ് ജി ഭുവനേശ്വരൻ്റെ കല്ലറയിൽ പോയിട്ട് സുധാകരനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തെമ്മാടിത്തരം അവർ കാണിച്ചത്. അതിനുള്ള ശിക്ഷയാണ് സുധാകരൻ്റെ വിജയം എന്നുള്ള. പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയാണെന്ന് പോയി ഇതിനൊക്കെ ഈ കരിമുളക്കലെ കല്ലറയിൽ പോയി ജി സുധാകരനെ തെറി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പാർട്ടി പഠിച്ചില്ല. അങ്ങനെയുള്ള അഹങ്കാരത്തിന് കിട്ടിയ പാഠമാണ് അവിടുത്തെ മാത്രമല്ല കേരളത്തിലാകമാനമുള്ള അവരുടെ കോട്ടകളായിട്ടുള്ള പയ്യന്നൂർ ഉൾപ്പെടെ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ, തളിപ്പറമ്പ് ഉൾപ്പെടെ അവരുടെ പരാജയത്തിൻ്റെ കാര്യം. ആ സഖാവിനെ അവർ മറന്നുപോയി. ജി ഭുവനേശ്വരൻ എന്ന പാവപ്പെട്ട സഖാവിനെ അവർ മറന്നുപോയി. അതിന് കിട്ടിയ ശിക്ഷ കൂടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ധാർഷ്ട്യം. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ജി സുധാകരനെ അവരവഗണിച്ചു. അദ്ദേഹത്തെയും മറന്നു, ഭുവനേശ്വരനെയും മറന്നു. പക്ഷേ ആ ഭുവനേശ്വരനെ ഓർത്തില്ല. ഇനി സുധാകരൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം അവിടെ പാർട്ടിയുടെ നേതാവായിട്ട് അവിടെ കായംകുളത്തിരിക്കുന്ന സമയം തകഴിയുടെ ജന്മശതാബ്ദി, അതുപോലെ തന്നെ ഏറെ അവിടെ ഈ നമ്മുടെ നവ്യ നായരുടെ സ്ഥലമായിട്ടുള്ള സ്ഥലത്ത് അവിടെ ഒരു ട്രെയിൻ അപകടം നടന്നു. അപ്പോൾ ഞാൻ ദൂരദർശന് വേണ്ടിയിട്ട് തകഴിയുടെ വീട്ടിലിരിക്കുമ്പോഴാണ്, എനിക്ക് തോന്നുന്ന കാത്തച്ചേച്ചി വിളമ്പിത്തന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഏവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രെയിൻ അപകടം നടന്നു. 22 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു കാറേ ഉള്ളൂ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാറേ തന്നിട്ടുള്ളൂ. ആ കാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടീം, ഒരു ക്രൂവേ ഉള്ളൂ. അപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണം, ചേട്ടാവെന്ന് ആലോചിക്കാൻ. അപ്പോൾ തകഴിച്ചേട്ടനോട് പറഞ്ഞു, ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അയ്യോ, അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് എൻ്റേതെന്ന് പറയുന്ന ഒരു സ്വകാര്യമായ ചടങ്ങാണ്. പിന്നെ ഇത്ര വർഷം തികഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. ഇതല്ലേ പൊതു പ്രശ്നം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് വരാൻ, തകഴിക്ക് വരാൻ വലിയ ദൂരമില്ല. അപ്പോൾ അങ്ങോട്ട് ഈ കാറിൽ തന്നെ പോകാം. പക്ഷേ തിരുവനന്തപുരത്തേക്ക് കാസറ്റ് കൊടുത്തയക്കണം. അന്ന് ഇന്നത്തെ പോലെ നമുക്കത് അപ്ലിങ്ക് ചെയ്യാനൊന്നുള്ള സംവിധാനങ്ങളില്ല അവിടെ കായംകുളത്ത്. അല്ലാത്ത കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ടത് സുധാകരനെ, ജി സുധാകരൻ.
ആ നല്ല മനുഷ്യൻ നിമിഷങ്ങൾക്കകം ഒരു കറുത്ത കാർ ഇപ്പോഴും ഓർക്കുന്നു. ദുഃഖത്തിൻ്റെ സൂചകമായ ഒരു കറുത്ത കാർ, ഇതാ ഇതിൽ പോയിക്കോ, കാസറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഡ്രൈവർ മാത്രം പോയാൽ മതിയല്ലോ, നമുക്ക് ഷൂട്ടൊന്നുമില്ലല്ലോ അവിടെ. ഡ്രൈവറുടെ ഈ കാസറ്റ് കൊടുത്തു. ദൂരദർശൻ ആദ്യമായിട്ട് ഏവൂർ അപകടം സംപ്രേഷണം ചെയ്തു സുധാകരൻ്റെ നല്ല മനസ്സുകൊണ്ടാണ്. അന്ന് 7 മണിക്കുള്ള ബുള്ളറ്റിൽ മുമ്പ് തന്നെ കാർ അവിടെ എത്തി സംപ്രേഷണം ചെയ്തു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും പിന്നെ പലതവണ ദൂരദർശനിൽ വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്തു എന്നൊരു അവകാശവാദവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ നല്ല മനുഷ്യൻ അങ്ങനെ അതല്ലെങ്കിൽ സംപ്രേഷണം ചെയ്തില്ല, കേരളത്തിലെ ജനങ്ങളിത് കാണില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. ആ നല്ല മനുഷ്യൻ CPM ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടായിരുന്നു. അതുപോലെ തന്നെ ജി ഭുവനേശ്വരനെ ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാം, അന്ന് AK ആചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന കെ ആചാരി MP MLA ഒക്കെ ആയ നല്ല മനുഷ്യനാണത്. കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ആളുകളുടെ നഷ്ടപ്പെടലിന്, VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകളുടെ നഷ്ടപ്പെടലിന് ഉണ്ടായ ഒരു തിരിച്ചടി കൂടിയാണ്. ഒരുപക്ഷെ ഭുവനേശ്വരൻ്റെ ആത്മാവ് കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള നേർചിത്രം എന്ന് പറയുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല, കാരണം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ജി സുധാകരൻ എന്ന് പറയുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ ആ കരിമുളക്കലെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യം ഇപ്പോൾ തുറന്നു പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രതികളും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത്. അവർ മനഃപൂർവ്വം ഒരു കൊലപാതകം നടത്തിയല്ല, അന്നത്തെ രക്തത്തിളപ്പിൽ പ്രേരിതമായിട്ട് നിയന്ത്രണം വിട്ട് ചെയ്തു പോയതാണ്. ചോര കണ്ടിട്ട് തിളച്ചു പോയതാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം അദ്ദേഹം തൻ്റെ അനിയൻ്റെ ആ ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തന്നെയാണ്. അത് സാർ പറഞ്ഞ പോലെ ചരിത്രം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അദ്ദേഹം വിജയം ആഘോഷിക്കുമ്പോഴും അദ്ദേഹം ആ വേദന, അദ്ദേഹത്തിന്റെ ആ ഒരു വേദന എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറാത്തൊരു മുറിവ് തന്നെയാണ്. അതെ. അപ്പൊ അത് കായംകുളത്തേക്ക് ഞങ്ങൾ കാറിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും എങ്ങനെ പോകുമ്പോഴും ആ കരിമുളക്കിലെ ആ കല്ലറ അതിപ്പോഴും എൻ്റെ ഒരു വേദന തന്നെയാണ്. എപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഒരു വേദന തന്നെയാണ്. അത് കേരളത്തിൻ്റെ വേദനയായിട്ടില്ല. CPM അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. മറ്റ് ധാരാളം രക്തസാക്ഷികളെ പറ്റി അവർ പറയാറുണ്ട്, പക്ഷേ ഈ രക്തസാക്ഷിയെ അവഗണിച്ചിരുന്നു. പക്ഷേ സുധാകരൻ്റെ തിരിച്ചുവരവിലൂടെ അദ്ദേഹം ഓർത്തതുകൊണ്ട് ഇത് വാർത്തയായിട്ട് വന്നു, ചെറിയൊരു വാർത്തയായിട്ട്. അപ്പോൾ ഇത് December 7 നടന്ന സംഭവമാണ്, ഇതിൻ്റെ വാർഷികമൊന്നും അല്ല. ഇന്ന് സുധാകരൻ ജയിച്ചതുകൊണ്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഭുവനേശ്വരൻ്റെ പേര് പിന്നെ ഉച്ചരിക്കപ്പെടുന്നതും അതിനും ഒരു നിമിത്തമായി സുധാകരൻ്റെ അമ്പലപ്പുഴയെ മത്സരം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ആ പേര് സാർ പറഞ്ഞ പോലെ ഈ ജി ഭുവനേശ്വർ എന്നുള്ള പേര് മറന്നുപോയ പല നേതാക്കൾക്കും കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. തീർച്ചയായിട്ടും പറയാം.